ഈ വേദിയിൽ ചിത്രൻ കണ്ടോത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തനത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനത്തെക്കുറിച്ചുമൊക്കെ തന്നെ വിശദമായി മറ്റുള്ളവർ സംസാരിച്ചു എന്നതുകൊണ്ട് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചിത്രൻ കണ്ടോത്ത് എന്ന് പറയുമ്പോൾ ഭാരതീയ ധർമ്മ ജനസേനയുടെ ഒരു കരുത്തനായ, നിസ്വാർത്ഥനായ, ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം പാർട്ടി ഏൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടിയും 100% പൂർണ്ണതയിലെത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തായിക്കൊള്ളട്ടെ, പാർട്ടിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് മേഖലകളിലെ കണ്ണൂർ ജില്ലയിലെ ഏത് പ്രവർത്തനവും ചിത്രൻ കണ്ടോത്ത് മുൻപന്തിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭാരതീയ ധർമ്മ ജനസേനയുടെ ഒരു മുന്നണി പോരാളിയായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അത് നമ്മുടെ സംഘടനയ്ക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ പാരമ്പര്യവും പ്രവർത്തന പന്ഥാവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ ധർമ്മ ജനസേനയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചിത്രൻ കണ്ടോത്തിൻ്റെ പരിപാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.